ഇപ്പം നടന്നു വരുന്ന ചാമ്പ്യൻസ് ലീഗിൽ വലിയ ഷോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, റിയൽ മാഡ്രിഡിനൊക്കെ ഏറ്റ തോൽവികൾ. ഈ സീസൺ തുടങ്ങുന്ന തന്നെ ഒരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളായിട്ട ഫുട്ബോൾ മേഖലയിൽ നിന്ന്. അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റും നമുക്ക്. അത് പല വലിയ ടീമിൻ്റെ ആരാധകർക്കും അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പുതിയ ഫോർമാറ്റ്. എന്താ വെച്ചാൽ അവരുടെ ടീമുകൾ പണ്ടൊക്കെ ഈ 4 ടീമുള്ളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ അവർ പകുതി ഉറക്കത്തിലും കൂടി ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പാണ്. ഇപ്പോൾ ഈ സിറ്റി അല്ലെങ്കിൽ റിയൽ മാഡ്രിഡ് പോലത്തെ ടീമുകൾ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ ടീമുകളും ഒരുമിച്ചായത് കാരണം ഈ 36 ടീം ലീഗിൽ നിന്ന് 8 പേർക്ക് മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 മാച്ച് നമ്മൾ എവിടെയും തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ ഫിക്സ്ചർ അലോട്ട് ചെയ്യുന്നത് പോട്ട് 1, പോട്ട് 2, പോട്ട് 3, പോട്ട് 4 അങ്ങനെ 4 ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ പലപ്പോഴും നല്ല ടീമുകൾ ഇപ്പം എല്ലാ നല്ല ടീമും പോട്ട് 1 വരാൻ സാധ്യതയില്ല. അപ്പോൾ സാധാരണ ഒരു 4-5 ടോപ്പ് ലീഗിൻ്റെ ചാമ്പ്യന്മാർ, പിന്നെ കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള റിയൽ മാഡ്രിഡ്, സിറ്റി അങ്ങനത്തെ ക്ലബ്ബുകളായിരിക്കും 1 വരിക. പക്ഷേ ഈ പോട്ട് 2-ലും 3-ലും ഒക്കെ വളരെ നല്ല ടീമുകൾ പെടാം. ഇപ്പോൾ AC മിലാനൊക്കെ റിയൽ മാഡ്രിഡിനെ ബേൺബോയിൽ പോയി തോൽപ്പിച്ചു. അവർ പോട്ട് 2-ലുള്ള ടീമാണ്, 1-ലല്ല. അപ്പം അങ്ങനെ പല എന്താ പറയുക ബനാന സ്കിൻ എന്ന് പറയുന്ന മാച്ചസ് ഉണ്ട് ഇതിൽ. അത് കാരണം എല്ലാ ടീമിനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് എന്നുള്ള ബ്രസ്റ്റ് ആരും വിചാരിച്ചിട്ടില്ല ഇവർ ആദ്യത്തെ 8-ലോ 10-ലോ ഉണ്ടാവുന്ന. അവർ പക്ഷെ ആദ്യത്തെ 3 മാച്ച് ജയിച്ചിട്ട് ഇപ്പോൾ വളരെ നല്ല സാധ്യത. അപ്പം അങ്ങനെ അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി ലിസ്ബണിൽ പോയി സ്പോർട്ടിങ്ങിനോട് 4-1 തോറ്റു. കഴിഞ്ഞ ആഴ്ച 3-0 ലീഡ് ചെയ്ത മാച്ച് 3-3 ആയി. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അത് കോമ്പറ്റീഷൻ കുറേയും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായി മാറിയിട്ടുണ്ട് ഈ പുതിയ ഫോർമാറ്റ്. പക്ഷെ അത് അങ്ങനെ തുടർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ വമ്പൻ ടീമുകൾ അത് തിരിച്ചു വരാൻ അതും ഒരു നല്ല കാര്യമാണ്. ഈ 8 മാച്ച് ഉള്ളത് കാരണം തിരിച്ചു വരാൻ പറ്റും. നമ്മൾ ആദ്യത്തെ 4 മാച്ച് അത്ര നന്നായി പ്രദർശനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും അടുത്ത 4 മാച്ച് ജയിച്ച് ഇപ്പോൾ റിയൽ മാഡ്രിഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 2 ജയവും 3 തോൽവിയും ഇപ്പോൾ. പക്ഷെ അടുത്ത 3 കളി അവർ ജയിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ജയിക്കാനുള്ള കഴിവുണ്ട്. ആ 3 കളി ജയിച്ചാൽ അവർ അടുത്ത റൗണ്ടിലേക്ക് കയറുന്ന ഉറപ്പാണ്. നമുക്ക് ഈ എടുത്തു പറയാവുന്ന വേറൊരു നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഗതി കിലിയൻ എംബാപ്പയുടെ റിയൽ മാഡ്രിഡിലുള്ള കളിയാണ്. ഇപ്പം ലാ ലീഗയിലൊക്കെ മൂപ്പര് ഗോൾ അടിച്ചിട്ട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം ഒരു 9ാമത്തെ ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ നിരാശാജനകമായ പ്രകടനം തന്നെ പറയാൻ പറ്റും. എംബാപ്പയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇത് നമ്മൾ 2-3 മാസം മുമ്പ് ഇത് ചർച്ച ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എംബാപ്പയും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അതാണ് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാ വിചാരിക്കുക. ലോകത്തെ ഏറ്റവും നല്ലൊരു കളിക്കാരൻ ലോകത്തെ ഏറ്റവും നല്ല ടീമിൽ ചേരുമ്പോൾ അവർ കുറച്ചും കൂടി ശക്തമാവുന്നതാണ്. പക്ഷെ ഫുട്ബോളിൽ പലപ്പോഴും ലോജിക്കല്ല, കെമിസ്ട്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പണ്ട് മെസ്സി ബാഴ്സലോണയിൽ നിന്ന് പാരീസിൽ പോയപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. അവിടെ നെയ്മറും എംബാപ്പയും ഉണ്ട്. അപ്പൊ മെസ്സിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ജയിക്കുന്ന ആൾക്കാർ വിചാരിച്ചു. പക്ഷെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലും കൂടി എത്താൻ പറ്റിയില്ല ആ ടീം വെച്ചിട്ട്. അപ്പോൾ ഇവിടെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എംബാപ്പയുടെ ഏറ്റവും നല്ല പൊസിഷൻ ലെഫ്റ്റ് വിങ്ങിലാണ്. അവിടെ മാഡ്രിഡിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. എംബാപ്പയുടെ നിന്നും നല്ല കളിക്കാരൻ ഞാൻ പറയില്ല, അത്ര തന്നെ നല്ല കളിക്കാരനാണ് വിനീഷ്യസ്. അപ്പൊ വിനീഷ്യസിനെ അവിടുന്ന് മാറ്റാൻ പോകുന്നില്ല. പിന്നെ കുറെ കളി എംബാപ്പെ അത് കാരണം സെന്റർ കൂടിയാണ് കളിച്ചത്. അത് സെന്റർ ഫോർവേഡ് അല്ല ശരിക്കും. ഫ്രാൻസിന് വേണ്ടിയും ഏറ്റവും നന്നായി എപ്പോഴും എംബാപ്പെ കളിച്ചിട്ടുള്ളത് ഒരു ശരിക്കുള്ളൊരു സെന്റർ ഫോർവേഡ്, ഒരു ഒലിവിയ ജിറു അല്ലെങ്കിൽ ഗ്രീസ്മനെ പോലത്തെ ഒരു നമ്പർ 10 ആ സെൻട്രൽ ആ സ്പേസിൽ ഡിഫൻഡർമാരെ ഓക്യുപ്പൈ ചെയ്തിട്ട് എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് വന്ന് കട്ട് ചെയ്ത് ഗോൾ അടിക്കുക. അതാണ് എംബാപ്പയുടെ കളി. മാഡ്രിഡിൽ അങ്ങനത്തെ ഒരു നമ്പർ 9 ഇല്ല, അങ്ങനത്തെ ഒരു സെന്റർ ഫോർവേഡിൽ. ഇപ്പോൾ ബാഴ്സലോണയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലെവൻഡോവ്സ്കി ഉണ്ട്. അത് കാരണമാണ് ഈ യമാലിന് ഇവർക്കൊക്കെ തിളങ്ങാൻ പറ്റണം. ആ ഒരു സെന്റർ ഫോർവേഡ് എപ്പോഴും 2 ഡിഫൻഡർമാരെ വലിച്ചു കൊണ്ടുവരും, ഇവർക്ക് പോയി ഗോൾ അടിക്കാം. അതിവിടെ ഇല്ല. പിന്നെ ഇപ്പൊ റോഡ്രിഗോ പരിക്കേറ്റ് പുറത്താണ്, വിനീഷ്യസ് പുറത്താണ്, കുറെ പരിക്കുകളും വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കളിക്കാർ.
അപ്പം അത് ഇവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറും. അതേപോലെ എംബാപ്പയ്ക്കും ഈ പുതിയ ടീംമേറ്റ്സും പുതിയ പൊസിഷനും ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇനി മാച്ചസ് ജയിക്കും. ഇതിനേക്കാളും മോശാവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി, ഗാർഡിയോളയുടെ ടീം. അതിനിപ്പോൾ ഏജിങ് ടീമാണ്, ഏജിങ് സ്ക്വാഡ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ ഒരു ഹേസ്റ്റി ജഡ്ജ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആൾക്കാരുടെ, ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ. എന്താണ് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ശരിക്കും സംഭവിക്കുന്നത്? സിറ്റിയുടെ കാര്യത്തിൽ രണ്ടുപേര് പോയതാണ്. ഒന്ന് റോഡ്രി, രണ്ടാമത് ചിലപ്പോൾ ആൾക്കാർ ചിരിക്കും ഞാൻ പറയുമ്പോൾ. രണ്ടാമത്തെ ആള് ക്ലോപ്പ് പോയതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി. എന്താ വെച്ചാൽ ഈ സ്പോർട്സിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് പേരുകൾ ഒരുമിച്ചാണ് നമ്മൾ പറയുക. മുഹമ്മദ് അലി ഒറ്റയ്ക്കല്ല, മുഹമ്മദ് അലിയും ജോ ഫ്രേസിയർ, അല്ലെങ്കിൽ മുഹമ്മദ് അലി ജോർജ് ഫോമൻ, ജോൺ മക്കൻറോ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മക്കൻറോം ബോർഗ് അല്ലെങ്കിൽ മക്കൻറോ കോർണേഴ്സ്. അതേപോലെ 1982 പക്ഷെ ഇതൊരു ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പ് കളിയല്ലേ? അല്ല, പക്ഷെ അതിലും ഓരോ കോച്ചും ഇപ്പോഴത്തെ പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് നല്ല ടീം, ലിവർപൂൾ ആർനെ സ്ലോട്ടാണ് കോച്ച്, മറ്റേ ആർസണലില് മിക്കൽ ആർറ്ററ്റ ഗാർഡിയോളയുടെ ശിഷ്യനാണ്. അസിസ്റ്റന്റ് ആയിട്ട് പണിയെടുത്ത് പിന്നീട് ആർസണലിൽ പോയതാണ്. സ്ലോട്ട് ലിവർപൂളിന് വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന കോച്ച് ഗാർഡിയോളയാണ്, എൻ്റെ ടീമുകൾ എനിക്ക് അങ്ങനെയാണ് കളിക്കേണ്ടത്, ആ ഒരു കൺട്രോളോടുകൂടി കളിക്കണം എന്നാണ്. അപ്പം ഇവരെ രണ്ടുപേരെയും ഗാർഡിയോളയ്ക്ക് ശരിക്കും ഒരു എതിരാളിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ക്ലോപ്പ് അങ്ങനെയല്ല, അവർ 10 സീസണാണ് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമായിട്ട് 10 സീസണായിരുന്നു അവർ എതിരാളികളായിരുന്നു. അതിൽ 30 മാച്ചിൽ 12 എണ്ണം ക്ലോപ്പ് ജയിച്ചു, 11 ഗാർഡിയോളയും. അപ്പം ശരിക്കും ഈ എന്താ പറയുക, ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. ആ ക്ലോപ്പ് ഇല്ലാത്തപ്പോൾ ഗാർഡിയോള ഇപ്പം ആരുടെ എതിരെയാണ് ഇപ്പം ക്ലോപ്പ് വിരമിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഗാർഡിയോള പല കാര്യങ്ങളും പറഞ്ഞു അതിനെപ്പറ്റി. അതിൽ ഒന്ന് എൻ്റെ മനസ്സിൽ നിന്നിട്ടുള്ളത്, ഹി മെയ്ഡ് മീ എ ബെറ്റർ കോച്ച്, ക്ലോപ്പിനെ പറ്റി പറഞ്ഞു. അതെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു നല്ല ടീം ഇനിയും നന്നാവണമെങ്കിൽ അതിലും നല്ല ടീമായിട്ട് കളിക്കണം. അപ്പൊ സ്പെയിനില് ഗാർഡിയോളയ്ക്ക് മൊറീനിയോ ഉണ്ടായിരുന്നു, മൊറീനിയോന്റെ റിയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാരണം ഇവര് നന്നായി. അതേപോലെ ഇവിടെ ക്ലോപ്പിന്റെ ലിവർപൂൾ കാരണം സിറ്റിക്ക് എല്ലാ സീസണും 90 പോയിന്റിലധികം നേടിയാലേ ചാമ്പ്യന്മാരാവുള്ളൂ എന്ന് അറിയാം. അപ്പൊ ആ ഒരു ഇതില്ല. ഇപ്പൊ ഒരു എതിരാളി ശിഷ്യനും മറ്റൊരാള് തന്നെ ആരാധിച്ച ഒരാളുമാണ്. അപ്പൊ ആ ഒരു എൻ്റെ അഭിപ്രായത്തിൽ അതും ഒരു ഫാക്ടറാണ്. ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ആരായിട്ട് പോരാടുന്നുള്ളൊരു ഇത് പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഫിഗർ ഇല്ല. ഇപ്പൊ നമ്മൾ ഒരാളെ ഇപ്പൊ ഒരു റേസ് ഓടുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരാൾ, ഇയാളെ ഞാൻ ശ്രദ്ധിക്കണം, ഇയാളെ ഓവർടേക്ക് ചെയ്താൽ ഞാൻ റേസ് ജയിക്കും. അതായിരുന്നു ക്ലോപ്പ്. ഇപ്പൊ ആ ക്ലോപ്പ് ഇല്ല, റോഡ്രി ഇല്ല. റോഡ്രിയാണ് ആ ടീം നടത്തിയിരുന്നത്. അപ്പൊ ഇവര് ഈ രണ്ട് വ്യക്തികളും ഇല്ലാത്ത കാരണമാണ് ഈ ഒരു വലിയ പ്രശ്നം വന്നിട്ടുള്ളത്. മറ്റൊരു ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ റൂബൻ അമോറിമിന്റെ കീഴിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഫ്യൂച്ചർ പുതിയ കോച്ചിന്റെ? റൂബൻ അമോറിം തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നന്നാക്കും. ഈ സീസൺ ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ സാധ്യമായിരിക്കില്ല. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ട കളിക്കാരല്ല ഇപ്പം അവിടെ ഉള്ളത്. ഇപ്പം ഉള്ള കളിക്കാർ വെച്ചിട്ട് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. പക്ഷെ അടുത്ത സീസൺ എനിക്ക് ഉറപ്പാണ് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീമായിരിക്കും. എന്താ വെച്ചാൽ അത്രയും നല്ല കോച്ചാണ്. അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാ പറയുന്നത്? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗാർഡിയോളയെ പറ്റി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ക്ലോപ്പിനെ പോലെ അവർക്ക് വളരെ എന്താ പറയുക, ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആശയമുണ്ട്, എൻ്റെ ടീമുകൾ ഇങ്ങനെ കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ലിവർപൂൾ ആമറിമിനെ കൊണ്ടുവരാതിരുന്നത്. ക്ലോപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ പല കോച്ചുമാരെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പേര് ആമറിം ആയിരുന്നു. പക്ഷെ ആമറിമിൻ്റെ സിസ്റ്റം എന്താ വെച്ചാൽ 3 സെന്റർ ബാക്ക് വെച്ച് കളിക്കുക എന്നുള്ളത്. ലിവർപൂൾ എപ്പോഴും 4 ഡിഫൻഡർമാരായിട്ട് എത്രയോ കാലമായിട്ട് കളിച്ചിട്ടുള്ളത്. അപ്പം ഇയാളുടെ ആശയം നമ്മുടെ കളിക്കാരുമായിട്ട് ഒത്തുപോയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വേണ്ടാന്ന് വെച്ചത്. അത് നല്ല കോച്ച് ആയതുകൊണ്ട് അല്ലാന്ന് തോന്നിയിട്ടൊന്നുമല്ല.
മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും മോശം ഒരു സ്ഥിതിയായത് കാരണം അവർക്ക് അതൊന്നും നോക്കാൻ സമയമില്ല ഇപ്പം. എന്താ സ്റ്റൈൽ, എന്താ ഫോർമേഷൻ, ഏറ്റവും നല്ല കോച്ചിനെ കൊണ്ടുവരിക, അയാൾക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, ടീം നന്നാക്കിക്കോട്ടെ. അതിപ്പോൾ തന്നെ 2 മാച്ച് കൊണ്ട് തന്നെ ആ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഈ പണ്ട് തീരെ ഓടാത്ത കളിക്കാര്, പണ്ടിങ്ങനെ ജോഗ് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പൊ പെട്ടെന്ന് ഉസൈൻ ബോൾട്ട് സ്പീഡിൽ ഓടുന്നുണ്ട്. അതെന്താ വെച്ചാൽ പേടിയുണ്ട്, അടുത്ത കൊല്ലം അല്ലെങ്കിൽ അവര് വേറെ വല്ല ക്ലബിലും ആയിരിക്കും.